അഹവ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ ഗാർഡനിലെ റോസസിനെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരാളുണ്ട് നമ്മുടെ റോസിൻ്റെ പ്ലാന്റിൽ. അവനെ കാണിക്കാനാണേന്ന് വന്നേക്കുന്നത്. ഈ പ്ലാന്റ് ഉണ്ട്, എന്ത് സൂപ്പറായിട്ട് നിൽക്കുന്ന പ്ലാന്റാലേ. പക്ഷേ അതിനകത്ത് വേറൊരാളെ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അയാളെ കാണിച്ചു തരാം നന്നായിട്ട് നിങ്ങളെ. ഈ പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കുവാണ്. നമ്മുടെയും ഗാർഡനിലെ പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും? റോസ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് വയ്യാണ്ടാവും. ഇത് കണ്ടോ, നല്ല പൊക്കത്തിൽ വേറൊരുത്തൻ നമ്മുടെ റോസ് പ്ലാന്റ് കയറി വരുന്നത്. നല്ല ഗ്രീനിഷ് കളറാണ്, ഇലകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല പൊക്കത്തിൽ നല്ല ഭംഗിയിൽ വളർന്നു വരുന്നുണ്ട്. മുള്ളുകൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. പക്ഷെ നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ കൂടെ ഇവനും വളർന്നു വരുമ്പം ഇവനെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇവനെ നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ റോസ് പ്ലാന്റ് പെട്ടെന്ന് കേടായി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഇതാണ് ഒറിജിനൽ റോസ് പ്ലാന്റ്, നമ്മുടെ ബഡ് റോസ് പ്ലാന്റ് കാണുന്നതാണ്. ഇപ്പോൾ ഇത് അതിൻ്റെ ഇല കണ്ട് ഒരുമാതിരി മഞ്ഞച്ച്, ഇലയ്ക്ക് ആ ഗ്രീനിഷ് കളർ തന്നെ ഒന്നിച്ചിട്ട് കൂടി അതിൻ്റെ സൈഡൊക്കെ കരിഞ്ഞതുപോലെ ഒരു വല്ലാത്ത രീതിയിലാണ് ആ റോസ് പ്ലാന്റ് നിൽക്കുന്നത്. ഇങ്ങനെ നമ്മുടെ റോസ് പ്ലാന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചോളുക. ഒന്നല്ലെങ്കിൽ നമ്മുടെ ബഡിന് തൊട്ട് താഴെയായിട്ട് ഈ കാട്ടു റോസ് വളർന്നിട്ടുണ്ടാവും. ഈ ബഡെല്ലാം നമ്മൾ ബഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കാട്ടു റോസുകളിലാണ്. അപ്പം ഈ ബഡ് ചെയ്തതിൻ്റെ താഴെ കാട്ടു റോസ് വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസസിനെ നശിപ്പിച്ച് കളയും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാനാണ് നമ്മൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ കാട്ടു റോസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മറ്റു റോസ് പ്ലാന്റിൻ്റെ പൊക്കത്തിനേക്കാൾ പൊക്കം പോകും. പക്ഷെ പൂവൊന്നും ഉണ്ടാവത്തില്ല, ഇങ്ങനെ പൊക്കത്തിൽ വളരത്തേ ഉള്ളൂ. അങ്ങനെ വളർന്നങ്ങോട്ട് പോകും. അവരെ നമ്മൾ ചുവടോടെ പിഴുത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ റോസ് പ്ലാന്റ് കാലക്രമേണ നശിച്ചു പോകാനായിട്ട് ഇടയാവും. അതും ചിലപ്പം കുറച്ച് ദിവസം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ. അത് ഓരോ റോസ് പ്ലാന്റിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് അത് നശിച്ചു പോവുകയും അത് ഗ്രോത്തായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചുവട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത ഇത് അത് റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാട്ടു റോസാണ് വളർന്നു വന്നേക്കണത്, ഇങ്ങനെ ഗ്രീനിഷ് കളറിൽ. അതിൻ്റെ ബഡ് റോസാണ് ഒരു ബൾബ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ട് ഈ കാണുന്നതാണ് കാട്ടു റോസ്. കാരണം ബഡ് ചെയ്തേക്കണത് ഈ ബൾബ് പോലെ കാണുന്ന ഭാഗമാണ്. ഇതാണ് നമ്മൾ ബഡ് ചെയ്തേക്കണേ. പക്ഷേ ആ ബൾബിൻ്റെ തൊട്ട് താഴെ ആ ബഡ്ഡിങ് ടേപ്പിൻ്റെ ഇപ്പുറവശത്ത് കൂടെയാണ് കാട്ടു റോസ് കയറി വന്നേക്കണേ. ആ കാട്ടു റോസിനെ നമ്മൾ അവിടെ നിന്ന് കളയണം. കളഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബഡ് റോസിനെ ഇവൻ നശിപ്പിക്കും. ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവാനാണ് നമ്മൾ ഇത്രയും സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചത്. ഇതാട്ടോ നമ്മുടെ ഒറിജിനൽ ബഡ് റോസ്. ഇത് നല്ലൊരു ഒന്നാന്തരം ടൈഗർ റോസിൻ്റെ പ്ലാന്റാണ്. പക്ഷേ ഈ കാട്ടു റോസ് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര നല്ല റോസ് പ്ലാന്റ് ആണെങ്കിൽ പോലും അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളൊരു നല്ല കത്രിക എടുത്ത് അതൊന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ഇതുപോലെ അതിനെ കട്ട് ചെയ്ത് കളയണം. ആ കാട്ടു റോസിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വൂണ്ട് ഓൾറെഡി ഫോം ചെയ്തൊരു മുറിവുണ്ട്. അവിടെ ഇച്ചിരി സാഫ് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾ തൂത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനായിട്ട് ഇടയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കയ്യിലുള്ള ചെടികൾ, ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്, ഹാങ്ങിങ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് ചെടികൾ എത്തിച്ച് തരാം കേട്ടോ. നമ്മുടെ നഴ്സറിയിൽ നേരിട്ട് വന്ന് വാങ്ങാം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.